ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് നമ്മുടെ ബോക്സ് വുഡാണ്. ബോക്സ് വുഡിൻ്റെ കുറച്ച് ദിവസങ്ങളായി നമ്മളിതിൻ്റെ ഒരു അപ്ഡേഷൻ ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ചെറിയ പ്രൂണിങ് കാര്യങ്ങളൊക്കെ ശരിക്കും ഇത് നമ്മളെല്ലാ വീക്കിലിയും അപ്ഡേറ്റ് ചെയ്ത് പോകുന്നൊരു പ്ലാന്റാണ്. ഈ ഒരു ടേപ്പറിങ് ഒക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതൊരു തട്ട്, ഇതൊരു ടോപ്പ്, ഇതിന് ബാക്ക് സൈഡ് ശരിക്കും ഇപ്പോൾ സെയിം ലെവലിലാണ് നിൽക്കുന്നത്. അത് കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടി കൊണ്ടുവരണം. പിന്നെ ഈ ഒരു ടേപ്പറിങ് കൊണ്ടുവരണം. ഇവിടെ ഈ സൈഡ് വെച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സൈഡിലത്തെ ബ്രാഞ്ച് കുറച്ച് ലെങ്ത് ആക്കാനുണ്ട്. അങ്ങനെ കുറേയധികം വർക്കുകൾ നമുക്കിനി ബാക്കിയുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഇത് ഒരു ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തേ ഉള്ളൂ. ഫോറസ്റ്റ് നമ്മുടെ ഹാംസ്റ്റർ കൂട്ടം ചാടി നടക്കുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓടി, ഞാൻ വെറുതെ എടുത്ത് അവിടെ കൊണ്ട് വെച്ചതാണ്. അതിനിടയിൽ ഓടി കളിക്കുന്ന ഫുഡ് കഴിക്കുകയും ഓടിക്കളിക്കുകയൊക്കെയാണ്. പക്ഷേ ഉറുമ്പിൻ്റെ ശല്യം അവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു ഇറിറ്റേഷൻ ഉണ്ട് ആൾക്ക്. അങ്ങനെ ഇതിൻ്റെ പഴയ വീഡിയോ കണ്ടാലറിയാം. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പഴയ വീഡിയോയുടെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു പഴയ സ്റ്റേജ് കണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത് മനസ്സിലാവും, ഡെവലപ്മെൻറ്റ് മനസ്സിലാവും. എന്നാൽ ഇനിയും ഒരുപാട് ഡെവലപ്പ് ആവാനുണ്ട്. ഒരു ടേപ്പറിങ് ഒക്കെ പ്ലാന്റ്സ് തമ്മിലുള്ള ഒരു ലെവൽ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പ് ആവാനുണ്ട്. ഹാംസ്റ്റർ കൂട്ടിനെടുത്ത് നമുക്ക് കൂട്ടിലിടാം, കാരണം അവന് ഉറുമ്പ് കടിച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന്. നിറയെ മോശമാണല്ലോ, അതിനിടയിൽ ഇവിടേക്ക് ഉറുമ്പ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു പ്ലാന്റ് ആട്ടോ ഈ ബോക്സ് വുഡ്. നമുക്ക് എപ്പോഴും ചെറിയ ലീഫുള്ള ബോക്സ് വുഡാണ് ഏറ്റവും നല്ല സ്യൂട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കറക്റ്റ് ബുഷിയാക്കി ഒരു നല്ലൊരു കനോപ്പിയൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഈ ബാക്കിലത്തെ ആ ഒരു കനോപ്പി കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടണം. ആ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്നതനുസരിച്ച് ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. തിക്കാവുന്ന പ്ലാന്റാണ്. നമുക്ക് ഈ ബ്രാഞ്ച് നമ്മുടെ മെയിൻ ട്രങ്കിലൊക്കെ കുറേ സബ് ബ്രാഞ്ചസ് വരുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വിടുന്നതാണ്. നല്ല ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ ട്രങ്കിൽ ബാർക്ക് കാര്യങ്ങളൊക്കെ വന്ന് നല്ല ഒരു ഭംഗിയായി കിട്ടുന്നൊരു പ്ലാന്റാണ് ഫ്രണ്ട്സ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ബോക്സ് വുഡിൻ്റെ അപ്ഡേഷൻ ആണെങ്കിലും ഇടയ്ക്കൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും. ഞാൻ ശരിക്കും ഇത് ടൈമില്ലാത്ത സമയത്തായിരിക്കും കട്ട് ചെയ്ത് വിടുന്നത്. കാരണം ഇതൊക്കെ വീക്കിലി കട്ട് ചെയ്ത് പോയില്ലെങ്കിൽ നമുക്ക് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ആ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഗ്രോ ചെയ്ത് പോയാലും നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു ഷേപ്പിലോട്ടൊക്കെ എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ട്രെയിനിങ്ങിൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും മാക്സിമം ഞാൻ ഇനിയുള്ള സ്റ്റേജുകളൊക്കെ ഒരു മന്ത്ലി വൺസെങ്കിലും ഈ പ്ലാന്റിൻ്റെ ഒരു അപ്ഡേഷനോട് തന്നു പോകാൻ ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു.